ഐക്യഭാരതം ഗുരുമന്ദിരം പ്രാർത്ഥനാ സമിതിയുടെ നവീകരിച്ച ഗുരുമന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ചതയ ദിനാഘോഷവും നടന്നു. 1944 സ്ഥാപിച്ച ഗുരുമന്ദിരം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ എത്തിയതിനാലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഗുരുമന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി പ്രസിഡന്റ് N ഹരിലാൽ അധ്യക്ഷനായിരുന്നു. സമിതിയുടെ ആദ്യകാല പ്രവർത്തകരെ SNDP അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദനും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രനും നിർവഹിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സന്തോഷ് ലാൽ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ M രവീന്ദ്രദാസ്, സിനി ജോജി, ബിപിൻ രാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി വൈകിട്ട് ദീപക്കാഴ്ചയും ഭക്തിഗാനമേളയും നടക്കും. പ്രവർത്തികൾ എന്തെല്ലാമായിരുന്നുവെന്നും നാം ആഴത്തിൽ ഒന്ന് ചികഞ്ഞു നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗുരുദേവൻ അരിപ്പുറത്തൊരു പ്രതിഷ്ഠ നടത്തി. എത്ര അത്ഭുതമായിരുന്നു അത്! പ്രാർത്ഥിക്കാൻ പോലും സാധാരണക്കാരന് അവകാശമില്ല എന്ന് പറയുന്ന ഒരു കാലത്ത് നിന്നിട്ടാണ് പ്രാർത്ഥിക്കാനും പൂജിക്കാനുമല്ല, അതിൻ്റെയും മുകളിലത്തെ ഒരു പടിയിലേക്ക് കടന്നിട്ട് പ്രതിഷ്ഠിക്കാൻ കൂടി സാധാരണക്കാരന് അവകാശമുണ്ട് എന്ന് ഒരാൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അന്ന്. ആർക്കും ഒരു അസ്വസ്ഥത ഉണ്ടായില്ല എന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ചില ഭയം പലർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവത്തിൻ്റെ പേരിലൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കായിക ബലത്തിൻ്റെ പേരിലായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആത്മബലത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള അഗാധമായ ചിന്താഗതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുക എന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമായി തോന്നി. എങ്കിലും പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി, ഈ ചെയ്തത് മുഹൂർത്തം നോക്കിയിട്ടാണോ എന്ന്. മുഹൂർത്തം നോക്കാത്തതിൻ്റെ പേരിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചതല്ല അത്. ഇങ്ങനൊരു പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് ശരിയോ എന്ന ചിന്തകൾ ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഉയർന്നു പൊന്തിയ ഒരു ചോദ്യമായിരുന്നു, മുഹൂർത്തം നോക്കിയിട്ടാണോ ഈ കർമ്മം നിർവഹിച്ചത് എന്നത്. സ്വാഭാവികമായി പറയാൻ പറ്റുന്ന മറുപടി മുഹൂർത്തം നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് മുഹൂർത്ത സമയം തന്നെയാണ്. ചിലരൊക്കെ പറയാവുന്നത് പോലെ ഇന്നത്തെ ദിവസം മൊത്തം മുഹൂർത്തമാണ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തീരാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഗുരുദേവൻ 1888 അരിപ്പുറത്ത് ആ ശങ്കരൻകുഴിയിൽ ചെന്ന് മുങ്ങി ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ മണിക്കൂറുകൾ ഇങ്ങനെ കയ്യിൽ പിടിച്ച ഗുരുദേവൻ ഈ കല്ലുമായി നിന്ന് ദേഹത്ത് വത്തിയിരിക്കുന്ന ശങ്കരൻകുഴിയിലെ വെള്ളത്തുള്ളികൾക്കപ്പുറത്തേക്കും അദ്ദേഹം കൂടി വിയർപ്പിൽ കുളിച്ചു നിന്നു എന്നാണ് ഗുരുദേവന്റെ ജീവചരിത്രം എഴുതിയ സാക്ഷാൽ കുമാരനാശാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കർമ്മം നിർവഹിച്ച് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, മുഹൂർത്തം നോക്കിയോ എന്ന്. അതിന് ഗുരുദേവൻ പറഞ്ഞ മറുപടി അങ്ങേറ്റം ഗാംഭീര്യമുള്ള മറുപടിയെന്നോ രസകരമായ മറുപടിയെന്നോ ഒക്കെ പറയാം. അദ്ദേഹം പറഞ്ഞ മറുപടി, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞല്ലേ ജാതകം നോക്കാറുള്ളൂ, ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ നിങ്ങൾ മുഹൂർത്തം നോക്കിക്കോ എന്നായിരുന്നു. ഇന്ന് ആർക്കെങ്കിലും എത്രയോ കൊല്ലങ്ങൾക്കപ്പുറത്ത്, ഒരു നൂറ്റാണ്ടിപ്പുറത്ത് നിന്നിട്ട് നമുക്ക് പറയാൻ ഒരു ധൈര്യം കിട്ടാത്ത ഒരു മറുപടി. അങ്ങനെ പറഞ്ഞു പോയാൽ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുത്താൽ പ്രയാസമാകുമോ എന്ന് മന്ത്രിയും MLAയും അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി എല്ലാം ഭയക്കുന്ന ഒരു കാലത്ത് പ്രശ്നമാകുമോ, വിവാദമാകുമോ എന്നൊക്കെ നോക്കുന്ന ഒരു കാലത്ത് നമ്മൾ നിൽക്കുന്നിടത്താണ് എത്രയോ കൊല്ലങ്ങൾക്കപ്പുറത്ത് നിന്നിട്ട് പറയാൻ ആ മനുഷ്യന് കഴിയും. ഇതാണ് നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നതെന്നും ആദരവുണ്ടാക്കുന്നതെന്നും പറയുന്നതിൻ്റെ കാരണം.